അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 നിന്നും നമ്മളെ പെങ്ങളൂട്ടി ഔട്ടായിരിക്കുകയാണ്. നാളെ കൊച്ചിയിലെത്തും. അപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകളൊക്കെ പോകുമ്പോൾ എല്ലാവരും പോയില്ല. അപ്പം എനിക്ക് കപ്പ് എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് പെട്ടി എടുത്ത് കൊണ്ടുപോകാം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. പെട്ടി എടുക്കണേനോ അല്ലെങ്കിൽ കപ്പടിക്കണേനോ ഒന്നും നമ്മൾ എതിരല്ല. പക്ഷേ ജനങ്ങളൊരു ഇഷ്ടം അത് നേടിയെടുക്കുക തന്നെ വേണം. ജനങ്ങൾ വോട്ട് ചെയ്യേണ്ട കുട്ടിയെ. പ്രേക്ഷകർ എൻ്റെ കൂടെ ഉണ്ടാവും, പ്രേക്ഷകർ ഇതെല്ലാം കാണുന്നുണ്ട്. പിന്നെ അവിടെ എന്തെങ്കിലും പെർഫോമൻസ്, എന്തെങ്കിലും ഒരു ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നന്ദന പറയും, നന്ദനുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ പറയും. പ്രേക്ഷകരെല്ലാം കാണുന്നുണ്ടല്ലോ. പ്രേക്ഷകർ എല്ലാം നന്ദനെ തലയിൽ വയ്ക്കുകയാണെന്നാണ് നന്ദനൻ്റെ വിചാരം. പക്ഷെ നന്ദനയ്ക്ക് ഈ അടുത്ത കാലത്ത് കുറച്ച് അഹങ്കാരം തലയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ഇനി നന്ദനെ ഇഷ്ടപ്പെടുന്നില്ല, ആരും തെറി പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. നമ്മൾ കണ്ടത് പറയും. ആ പൊന്നാങ്ങളമാരെ ഇടയിലും കൂടി അവർ കളിച്ച ഡ്രാമ എന്തെല്ലാം കാര്യങ്ങളാണെന്ന് ആലോചിച്ച് നോക്കിയേ. 2 പൊന്നാങ്ങളന്മാരും കൂടിയിട്ടാണ് ഇത് വഷളാക്കിയത്. ആ കുട്ടി ഒറ്റയ്ക്ക് ഗെയിമൊക്കെ കളിച്ച് പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഔട്ടാവില്ലായിരുന്നു. ഇനി പൊന്നാങ്ങള ഉണ്ടാവും. പൊന്നാങ്ങള സായി എന്തായാലും ഇപ്പോൾ ചിലപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ പോയിട്ടുണ്ടാകാനാണ് സാധ്യത. പൊന്നാങ്ങളൊക്കൊന്നും അധികം ആയുസില്ല. പൊന്നാങ്ങളുടെയൊക്കെ വിചാരം പൊന്നാങ്ങളപ്പോൾ കപ്പും പിടിച്ചിങ്ങോട്ട് വരുന്നതാണ്. കാരണം പുറത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അതുപോലെ ജിൻഡോനൊക്കെ പറഞ്ഞ് കേട്ടില്ലേ, ജിൻഡോ കപ്പടിക്കുന്നത് എനിക്കൊന്ന് കാണണമെന്ന്. ആദ്യവന്മാരൊക്കെ അഹങ്കാരം നിർത്തട്ടെ. പുറത്ത് കുറച്ച് ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിച്ച് കണ്ട് ഈ എന്താ പറയുക, അവിടെ വന്നിട്ട് എന്താ പറയുക, മൈൻഡ് ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയാണ്. നല്ല പുള്ള ചമഞ്ഞിട്ടൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലൊക്കെ ജനങ്ങളൊരു സിമ്പതി പിടിച്ച് പറ്റാൻ, അല്ലെങ്കിൽ അത് വർക്കൗട്ടാക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള അടവുകളും പ്രയത്നിച്ചു നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ജനങ്ങളെ മനസ്സിലേക്ക് കേൾക്കുന്നില്ല. ജനങ്ങളൊക്കെ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നന്ദന പോയത് ശരിക്കൊരു എന്താ പറയുക, ആ കുട്ടി കുറച്ചും കൂടി കഴിഞ്ഞ് പോവേണ്ടതായിരുന്നു. പിന്നെ ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ടില്ല എന്നല്ല, ഒരു വീടൊക്കെ ആവേണ്ടിയിരുന്നു. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഈ ഷോയിൽ വന്നിട്ടെങ്കിലും അത് ശരിയാവേണ്ടിയിരുന്നു. ആ അമ്മേൻ്റെ കാര്യങ്ങളും ആ പെങ്ങളും ഒക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്, അറിയുന്നതാണ്. അതിലൊരു വിഷമം നമുക്കുണ്ട് കേട്ടോ. പക്ഷേ ഇവൾ കുറച്ചൊന്ന് അഹങ്കാരം കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ആളുകളുടെ സപ്പോർട്ട് കിട്ടുമായിരുന്നു. ഇത് ഒരു അഹങ്കാരത്തിനൊരു കുറവുമില്ല. ഇപ്പോഴും എന്താ പറയുക, നോമിനേഷനിൽ വന്നിട്ടും ഒരു ഹുങ്ക് കണ്ടില്ല നിങ്ങൾ. പിന്നെ പ്രേക്ഷകർ ഇവിടെ നിർത്തുന്നതാണ് പറയുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ നിർത്തി, നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കാണ്ടാണ് നിർത്തിയത്. വേറെ ഒന്നും ഉണ്ടായില്ല. ഇതാണ് ബിഗ് ബോസ് ഷോ മോള് അതിൻ്റെ ഉള്ളിൽ കളിക്കുന്നതല്ല ലോകം കേട്ടോ. ആദ്യം പ്രേക്ഷകരുടെ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒരു എന്താ പറയുക, ഒരു മാന്യതയൊക്കെ ആവാം. ഞാൻ എന്തോ സംഭവമാണെന്നുള്ള രീതിയിലൊക്കെ നിൽക്കുമ്പോൾ ജനങ്ങൾ തള്ളും എന്നുള്ള ഉദാഹരണമാണ് നന്ദന ശരിക്കും ഇന്ന് അനുഭവിക്കുന്നത്. ശരിക്കും നോറൊക്കെ ശരിക്കും ഇതിൻ്റെ മുന്നേ പോകേണ്ടതാണ്. പക്ഷേ നോറനെ കണ്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഗ്രാഫ് കൂടി വെക്ക്. അപ്പോൾ നോറ സായി പോയിട്ട് തന്നെ ആയിരിക്കും നോറ പോകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും നമുക്ക് ലാലേട്ടൻ്റെ വരവും കാര്യങ്ങളും എപ്പിസോഡ് തുടങ്ങാനായല്ലോ. അപ്പോൾ നമുക്ക് കണ്ടിട്ട് ബാക്കി അഭിപ്രായങ്ങൾ പറയാം. ഇപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്.